പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും പിരിഞ്ഞു. നേരത്തെ ലോക്സഭയും പിരിഞ്ഞിരുന്നു. സിബി ചേരുകയാണ്. സിബി, രണ്ട് സഭകളും പിരിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തുടർച്ചയായ 4-ാം ദിവസവും രാജ്യസഭയും ലോക്സഭയും പിരിഞ്ഞിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് പിരിഞ്ഞിരിക്കുന്നത്. വോട്ടർ പട്ടിക, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, ഉപരാഷ്ട്രപതിയുടെ രാജ്യം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം, ഈ രണ്ട് കാര്യങ്ങളിലും ഒരു മറുപടി നൽകാനോ അല്ലെങ്കിൽ വിശദീകരണം നൽകാനോ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. പിന്നീട് പ്രതിപക്ഷം നടുത്തരത്തിറങ്ങി പ്രതിഷേധം നടത്തുകയായിരുന്നു. ആദ്യം 2 മണി വരെയാണ് ലോക്സഭയും രാജ്യസഭയും പിരിഞ്ഞെങ്കിൽ പിന്നീട് 2 മണിക്ക് ശേഷം ഇരു സഭകളും ചേർന്നപ്പോഴും പ്രതിപക്ഷം നടുത്തരത്തിറങ്ങി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിലയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധം വയ്ക്കുകയായിരുന്നു. പിന്നീട് ലോക്സഭയും രാജ്യസഭയും പിരിയുകയാണ് ഉണ്ടായത്. രാജ്യസഭയിൽ ഈ ഒരു ഉപരാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകുന്ന ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അതും ചർച്ച ചെയ്യാൻ കഴിയില്ലാത്ത നിലപാടാണ് രാജ്യസഭ ഉപാധ്യക്ഷൻ. എന്തായാലും ഇതിനെല്ലാം തന്നെയും വലിയ പ്രതിഷേധമാണ് ഇരു സഭകളിലും ഉണ്ടായത്. ഇത് തുടർന്ന് ഇന്നും ഇപ്പോൾ ഈ ഇരു സഭകളും പിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ പാർലമെന്റ് കവാടത്തിന് മുന്നിലും ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 52 ലക്ഷം വോട്ടർമാരെ ഈ ആദ്യഘട്ടത്തിൽ, അതായത് ഈ ഓഗസ്റ്റ് 1 ആദ്യ കരട് റിപ്പോർട്ട് പുറത്തുവരാനിരിക്കുകയാണ്. ആ സമയത്ത് ഇതുവരെ 52 ലക്ഷം വോട്ടർമാരെ ഈ പട്ടികയിൽ നിന്ന് നീക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇത് നേരത്തെ ഇത്തരത്തിൽ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ അടക്കം എല്ലാം തന്നെ നീക്കുന്നതിന്റെ ഭാഗമായിട്ടും ദേശീയ പൗരത്വ രജിസ്റ്റർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖേന നടപ്പാക്കുന്നുള്ള പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം വീണ്ടും ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിനൊരു മറുപടി പറയാൻ തയ്യാറായില്ല. പിന്നീട് പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയും പ്രതിപക്ഷ പ്രതിഷേധം ശക്തിയായതോടെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിയുകയാണ് ഉണ്ടായത്. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.